പോലീസ് ഇൻസ്പെക്ടറെ ഭീഷണിപ്പെടുത്തുകയും ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്ത ഗുണ്ടാ നേതാവിനെ ഇതുവരെയായിട്ടും പോലീസിന് പിടികൂടാൻ ആയിട്ടില്ല. ഇങ്ങനെ കണ്ണുവെട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോലീസ്. അർജുൻ ആയങ്കി സംസ്ഥാനം വിട്ടുപോകാൻ ഒരു സാധ്യതയില്ലെന്നും ഉടനെ തന്നെ തങ്ങളുടെ വലയിലാകുമെന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാഭ്യന്തര സംവിധാനത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് ഗുണ്ടാ നേതാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തെരച്ചിൽ പുരോഗമിക്കുമ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴി ആയങ്കി നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നടത്തുന്നത് പലരുടെയും സഹായത്തോടെയാണെന്ന് പോലീസ് വിലയിരുത്തി കഴിഞ്ഞു. തൃശ്ശൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയും മറ്റ് സുഹൃത്തുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതിൽ നിന്നും ഏകദേശ രൂപം കിട്ടുന്നു എന്നാണ് അറിയുന്നത്. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെയും ആഭ്യന്തരമന്ത്രിയെയും സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പോലീസ് ശ്രമം ഊർജിതമാക്കി എന്ന് പറയുന്നതല്ലാതെ ഒരു ക്രിമിനലിനെ പിടിക്കാൻ 24 മണിക്കൂറായിട്ടും കഴിഞ്ഞിട്ടില്ല. പോലീസിനെതിരെ ഭീഷണിപ്പെടുത്തിയതിൽ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ റൂറൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഒളിവിൽ കഴിയുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലെ ഈ വെല്ലുവിളി പോലീസിന് നാണക്കേടായി മാറുന്നു. കേസ് നടത്തിപ്പിനാവശ്യമായ ഫണ്ട് വേണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു അഭ്യർത്ഥനയും നടത്തിയിട്ടുണ്ട്. അതിനുള്ള QR കോഡും ഇതിനൊപ്പം തന്നെ അർജുൻ ആയങ്കി പങ്കുവച്ചിരിക്കുന്നു. അങ്ങനെ ആഭ്യന്തരമന്ത്രിയെയും പോലീസ് സംവിധാനത്തെയും വെല്ലുവിളിച്ചും ആക്ഷേപിച്ചും ഉണ്ടായ കേസ് നടത്താൻ ആ ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത് പിന്തുണയ്ക്കുക എന്നാവശ്യപ്പെടുന്നൊരു ക്രിമിനൽ, ആ ക്രിമിനലിനെ പിടിക്കാൻ പോലീസിന് കഴിയാത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായി കേരളം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കടത്താണ്, കോടീശ്വരനാണ് എന്നൊക്കെ ശത്രുക്കൾ വെറുതെ പറയുകയാണെന്നും നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല എന്ന പാട്ടും ഇതിനൊപ്പം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പണം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്കും ലാഘവത്തോടെയാണ് ഈ കേസിനെ അയാൾ കാണുന്നത്. താൻ തൃശ്ശൂർ റൗണ്ടിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയാണെന്ന് അർജുൻ ആയങ്കി വാർത്തകൾക്ക് കീഴെ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അയാളുടെ കയ്യിൽ നിരന്തരം ഫോൺ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിൽക്കുന്നു. ഇന്നലെ രാത്രിയും പോലീസിനെ പരിഹസിച്ചുകൊണ്ട് അങ്ങനെ പോസ്റ്റുകൾ സജീവമായി വരികയാണ്. താൻ കടലിലകപ്പെട്ട ബോട്ടിലാണെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു സഹോദരിക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടിയേനെ എന്നാണ് പരിഹസിക്കുന്നത്. മുമ്പ് പങ്കുവെച്ച പോസ്റ്റിനെ തുടർന്ന് തൃശ്ശൂരിൽ നടന്ന പോലീസ് പരിശോധനയെ കളിയാക്കിക്കൊണ്ടാണ് ഈ പോസ്റ്റ് അർജുൻ ആയങ്കി ഇടുന്നത്. അങ്ങനെ തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസ കിടക്കുന്ന ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നതാണ്. ഇയാൾ സഞ്ചരിച്ച കാർ ടോൾ പ്ലാസ കിടക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. അതിനെ തുടർന്ന് ആയങ്കിയെയല്ല, ആയങ്കിയുടെ സഹോദരൻ അഖിലിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ജില്ലയിലും വ്യാപക തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പോലീസ് പറയുന്നു. ജില്ലാ അതിർത്തികളിൽ, അതായത് സംസ്ഥാന അതിർത്തിയിൽ ഉൾപ്പെടെ വാഹന പരിശോധന നടന്നുവരുന്നു. സത്യത്തിൽ സുകുമാരക്കുറുപ്പിൻ്റെ കഥ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കേരള പോലീസ്.